ഞാൻ 1981, 87 കാലത്ത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. പ്രധാനമായിട്ട് പുരാവസ്തുക്കളുടെ ഡോക്യുമെന്റേഷൻ ആയിരുന്നു എൻ്റെ ജോലി. അതിൽ ക്ഷേത്രങ്ങളിൽ കാണുന്ന പെയിന്റിങ്സ്, അതുപോലെ ദാരുശില്പങ്ങള്, അതുപോലെ കരിങ്കൽ പ്രതിമകള്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ അമ്പലങ്ങളിൽ പോയിട്ടൊരു ക്യാമറാമാൻ ഉണ്ടാവും, ചിലപ്പോൾ ആർട്ടിസ്റ്റ് ഉണ്ടാവും. അവരൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഡോക്യുമെന്റേഷൻ തുടങ്ങി. പള്ളികളിലും പോകുമായിരുന്നു. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ യക്ഷികളെ ആരാധിക്കുന്നുണ്ടെന്ന് അന്നാണ് മനസ്സിലായത്. പക്ഷെ അമ്പലങ്ങളിലെ ഈ യക്ഷികൾ എന്ന് പറഞ്ഞാൽ ദുർദേവതമാരല്ല, അവർ ഉപദേവതമാരാണ്. ദുർദേവത എന്ന് പറഞ്ഞാൽ അവരെ ആഭിചാരം ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആഭിചാരം ചെയ്യുമ്പോൾ അതിനുവേണ്ടി പ്രീതിപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ദേവതമാരാണ്. ഉദാഹരണത്തിന് ജ്യേഷ്ഠ ഭഗവതിയുണ്ട്. ജ്യേഷ്ഠ ഭഗവതി എന്ന് പറഞ്ഞാൽ ആഭിചാര ദേവതയാണ്. എന്നാൽ യക്ഷികൾ ആ ഗണത്തിലല്ല പെടുന്നത്, മറിച്ച് ഉപദേവതയായിട്ടാണ്. അത് ഈ അമ്പലങ്ങളിൽ പോയപ്പോഴാണ് മനസ്സിലായത്. മാത്രവുമല്ല, ഈ പറയുന്ന യക്ഷികളൊക്കെ മിക്കവാറും നാലമ്പലത്തിന് വെളിയിലായിരിക്കും അവയുടെ ആരൂഢങ്ങൾ, അല്ലെങ്കിൽ ആസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ പ്രതിഷ്ഠകൾ. അവിടെ മിക്കവാറും അവിടെ ദീപാരാധനയൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ വർഷത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ, അല്ലെങ്കിൽ എന്നും അവിടെ നിവേദ്യം ഉണ്ടാവും. നിവേദ്യം എന്ന് പറഞ്ഞാൽ അതിന് പറയുന്നത് വറ നിവേദ്യം എന്നാണ്. യക്ഷിയെ അല്ലെങ്കിൽ യക്ഷിയുടെ വിഗ്രഹങ്ങളെ പൂജയല്ല അധികവും നടക്കുന്നത്, നിവേദ്യമാണ്. വറ നിവേദ്യം എന്ന് വെച്ചാൽ മലർ നിവേദ്യമാണ്. കുറച്ച് മലര് ഒരു തൂഷനിലയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ യക്ഷിക്കുള്ള നിവേദ്യമായി. ഞാനിത് എടുത്തു പറയാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അമ്പലങ്ങളിലെ യക്ഷികൾ ആരും തന്നെ ചോര കുടിക്കുന്ന ദേവതമാരല്ല. അവര് പാവം ഈ മലരുമൊക്കെ കഴിച്ച് തൃപ്തിപ്പെടുന്ന യക്ഷികളാണ്. അതെന്നെ വലിയ അത്ഭുതപ്പെടുത്തി. അപ്പൊ എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയണമെന്ന് ഒരു ആകാംക്ഷ തോന്നി. ഞാനങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പം ഈ യക്ഷിയുടെ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങൾ നോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 10-100 അമ്പലങ്ങളിലെ ഈ യക്ഷികളുടെ ഉപപ്രതിഷ്ഠകൾ കണ്ടു. പിന്നെ ഈ ചുവർച്ചിത്രങ്ങൾ ഉള്ള അമ്പലങ്ങളെ പറ്റി അന്വേഷിച്ചു പോയി. അതൊരു 10-200 അമ്പലങ്ങളിൽ ചുവർച്ചിത്രങ്ങൾ കണ്ടു. അവിടെയും മിക്കവാറും അമ്പലങ്ങളിൽ യക്ഷിയെ കൂടി വരച്ചിരിക്കും. അതുപോലെ ദാരുശില്പങ്ങളുള്ള അമ്പലങ്ങൾ, അത് കേരളത്തിലൊരു 10,000-2,000 അമ്പലങ്ങളിൽ ദാരുശില്പങ്ങളുണ്ട്. ആ ദാരുശില്പങ്ങളുള്ള അമ്പലങ്ങളിലും ഒരു യക്ഷിയുടെ ശില്പം ഉണ്ടാവും. അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ ആദ്യം യക്ഷിയുടെ ചുവർച്ചിത്രങ്ങളെ പറ്റി പറയാം. യക്ഷിയുടെ ചുവർച്ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ കമുകിന്റെ ചുവട്ടില് ഒരു വാൽക്കണ്ണാടി നോക്കി നിൽക്കുന്ന അതിസുന്ദരിയായിട്ടാണ് യക്ഷിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. രാത്രിയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കലാകാരന്മാര് ചില കാര്യങ്ങൾ ഒക്കെ വരയ്ക്കും. രാത്രിയാണെന്ന് കാണിക്കാൻ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രനെ ചിത്രീകരിച്ചാൽ മതി. അപ്പോൾ ചന്ദ്രനെ ചിത്രീകരിക്കുന്നതിനേക്കാളും കലാകാരന്മാര് ഇഷ്ടപ്പെട്ടിരുന്നത് ഒരു ചന്ദ്രകല ചിത്രീകരിക്കുന്നതിനാണ്. അതുപോലെ ഈ കമുക് മരത്തില് ഇരിക്കുന്ന പക്ഷികളെ കാണിക്കും. അത് മിക്കവാറും ഒരു കൂമനോ അല്ലെങ്കിൽ രാത്രി സഞ്ചരിക്കുന്ന പക്ഷികളോ ആയിരിക്കും ചിത്രീകരിക്കുക. അത് യക്ഷി ഇങ്ങനെ ഒരു കാല് മടക്കി കമുകില് ഇങ്ങനെ ചാരി കാലിങ്ങനെ മടക്കി വയ്ക്കും, ഒറ്റ കാലില് നിൽക്കും. ഇങ്ങനെയാണ് മിക്കവാറും ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഈ യക്ഷിയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ യക്ഷിക്ക് ധ്യാനങ്ങളുണ്ട്. ഞാനിപ്പോൾ ധ്യാനങ്ങളെ പഠിക്കാൻ ശ്രമിച്ചു. ആ ധ്യാനങ്ങളിൽ യക്ഷി ആരാണെന്ന് പറയുന്നില്ല, പക്ഷേ സുന്ദര യക്ഷി എന്നാണ് പറയുന്നത്. സുന്ദര യക്ഷിയെ മാത്രമേ അമ്പലങ്ങളിൽ പൂജിച്ചിരുന്നുള്ളൂ. വേറെയും പലതരത്തിലുള്ള യക്ഷികളുണ്ട്. അത് മന്ത്രമഹാർണവം പോലെയുള്ള
കൃതികളുണ്ട്. ആ കൃതികൾ നോക്കിയപ്പോഴാണ് 18 തരത്തിലുള്ള യക്ഷി, 32 തരത്തിലുള്ള യക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് നീണ്ട ലിസ്റ്റ് കണ്ടു. അതിന് പിന്നെ ചോര കുടിക്കുന്ന യക്ഷികളുണ്ട്, മന്ത്രവാദികളായ യക്ഷികളെയാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് വടയക്ഷി. വടയക്ഷി എന്ന് പറഞ്ഞാൽ ആൽമരത്തിൽ വസിക്കുന്ന യക്ഷി, അല്ലെങ്കിൽ പനയുടെ ചുവട്ടിലുള്ള യക്ഷി. അവരൊക്കെ ദുർദേവതകളാണ്. നല്ല അമ്പലങ്ങളിലെ ഈ ദുർദേവതകളെ അല്ല പ്രതിഷ്ഠിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വ്യത്യാസം എനിക്ക് മനസ്സിലായി. ഞാൻ ആ വ്യത്യാസങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് എൻ്റെ അന്വേഷണം തുടർന്ന് കൊണ്ടുപോയത്. കുറെ കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അമ്പലവാസികളോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് എന്താണ് ഈ യക്ഷികളെ പറ്റിയുള്ള അഭിപ്രായം? സത്യമാണോ? നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ചിലർ പറഞ്ഞു, തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്, യക്ഷികളുണ്ട്, യക്ഷി സാന്നിധ്യമുണ്ട്. അപ്പൊ അത് ഞാൻ ചോദിക്കും, എങ്ങനെയാണ് യക്ഷി സാന്നിധ്യം അനുഭവപ്പെടുന്നത്? അത് ചിലപ്പോൾ ചിലങ്കയുടെ ശബ്ദമായിട്ട്, ചിലപ്പോൾ കാറ്റായിട്ട്, കാറ്റെന്ന് പറഞ്ഞാൽ ആ കാറ്റിലെ സുഗന്ധമായിട്ട്, ചിലങ്കയുടെ ശബ്ദമായിട്ട് ഒക്കെയാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ആ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചു. അത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് യക്ഷികളെ അവരുടെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുള്ളത്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഉള്ള രാത്രികളിൽ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പിന്നെ നിങ്ങൾ കണ്ട യക്ഷിയെ പറ്റിയൊക്കെ ഒന്ന് വിവരിക്കാൻ പറയും. അപ്പൊ അവര് വെള്ളസാരിയൊക്കെ കൊടുത്ത ഒരു യക്ഷിയാണ് കണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അവിടുത്തെ എൻ്റെ സംഭാഷണം എപ്പോൾ അവസാനിപ്പിക്കും. കാരണം ഏതോ സിനിമ കണ്ടിട്ട്, അല്ലെങ്കിൽ ഭാർഗവീ നിലയം പോലെയുള്ള പ്രശസ്തങ്ങളായ പല സിനിമകളുണ്ട്. ആ സിനിമകളിലൊക്കെ യക്ഷി വെള്ളസാരിയൊക്കെ കൊടുത്ത് പാട്ടുമൊക്കെ പാടിപ്പോകുന്ന യക്ഷിയാണ്. അപ്പൊ അത് അവരെ സ്വാധീനിച്ചിട്ടാണ് അവർ പറയാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ഇന്റർവ്യൂ പെട്ടെന്ന് അവസാനിപ്പിക്കും. ഞാൻ ഒരിക്കല് കണ്ടിയൂരിനടുത്തുള്ള ഒരു നരയിങ്ങ മണ്ണൂർ, അത് നരസിംഹസ്വാമി ക്ഷേത്രമാണ്. കണ്ടിയൂരിൽ നിന്ന് മറ്റത്തേക്ക് പോകുന്ന ആ വഴിയിലാണ് നരയിങ്ങ മണ്ണൂർ ക്ഷേത്രം. അപ്പൊ ആ നരയിങ്ങ മണ്ണൂർ ക്ഷേത്രത്തിലെ ഒരു കഴകക്കാരൻ, അദ്ദേഹം അമ്പലത്തിലെ ശംഖു വിളിക്കുകയും അതുപോലെ മറ്റ് കഴക പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആളാണ്. അയാളോട് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കണ്ടതാ സാറേ യക്ഷിയെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ അതൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അയാളുടെ കഥ പറയാൻ തുടങ്ങി. ഞാൻ അയാളുടെ വെർഷൻ ആദ്യം പറയാം. അയാൾ പറഞ്ഞ ഇതാണ്, ഈ കഴകക്കാരന് തന്നെയാണ് നൈറ്റ് ഡ്യൂട്ടി. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ അമ്പലമാണ്. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ അമ്പലം ആയതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടിയിൽ അയാളൊരു ചിലപ്പോൾ ചില ആഴ്ചകളിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. അങ്ങനെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്ന സമയത്ത്, നാട്ടുപുറത്തെ അമ്പലമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ ആഭരണങ്ങളൊന്നും ദേവനുമില്ല, അതുകൊണ്ട് മോഷണത്തെ പറ്റിയും വലിയ ഭയമില്ല. അടുത്തുള്ള സിനിമ തിയേറ്ററിൽ സെക്കൻഡ് ഷോ കാണാനായിട്ട് പോയി വാച്ച്മാൻ. സിനിമ കഴകക്കാരൻ കൂടിയാണ്. അപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വന്ന് അമ്പലത്തിൽ കിടന്നു. നല്ല വേനൽക്കാലമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ അമ്പലത്തിന്റെ മുമ്പിലുള്ള ബലിക്കൽ പുരയിൽ, മിക്കവാറും അമ്പലങ്ങളിലൊക്കെ ബലിക്കൽ പുരയുണ്ട്. ഈ ബലിക്കൽ പുര എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് അല്ല, ഒരു ഹാഫ് ക്ലോസ്ഡ് ആയിരിക്കും. ഈ ബലിക്കൽ പുരയിൽ ഇയാൾ ഇങ്ങനെ കിടക്കുകയായിരുന്നു. കിടക്കുന്ന സമയത്ത് ഇയാൾക്ക് ഒരു ചിലങ്കയുടെ ശബ്ദം കേട്ടു. അപ്പൊ ചിലങ്കയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അത് ഈ അസമയത്ത് ചിലങ്കയുടെ ശബ്ദം കേട്ടപ്പോൾ അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ തോന്നി. അയാളൊരു സ്വപ്നാടനക്കാരനെ പോലെ അയാള് ആ ബലിക്കൽ പുരയിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം മുമ്പോട്ട് പോയപ്പോൾ അമ്പലത്തിന്റെ കുളത്തില് അവിടെ അതിന്റെ കൽപ്പടവുകളില് ഒരു സ്ത്രീയെ ചിലങ്കയൊക്കെ അഴിച്ച് വെക്കാൻ തുടങ്ങുന്നതായിട്ട് കണ്ടു. അപ്പോൾ അത് വല്ല നടപടിക്കാരി ആയിരിക്കും എന്ന് വിചാരിച്ച്, എന്നാ ഒന്ന് ചോദ്യം ചെയ്ത് കളയാം എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ വേറെ വല്ല ഉദ്ദേശം ആയിരിക്കോ എനിക്ക് അറിഞ്ഞുകൂടാ, അയാളത് പറഞ്ഞില്ല. ഏതായാലും അയാള് അവരുടെ വളരെ അടുത്തേക്ക് ചെന്നു. അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾക്കൊരു മുല്ലപ്പൂവിൻ്റെയോ പിച്ചിപ്പൂവിൻ്റെയോ
ചെമ്പകപ്പൂവിൻ്റെയോ എന്ന് നിർവചിക്കാൻ വയ്യാത്തൊരു മണം ആണ് ഇയാളെ അങ്ങോട്ടേക്ക് ആകർഷിച്ചത്. അത് കഴിഞ്ഞ് ഇയാള് ഒരുതരം സ്വപ്നാടനക്കാരനെ പോലെ ഈ കൽപ്പടവുകളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ കൽപ്പടവുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാലിലെ ചിലങ്കയൊക്കെ അഴിച്ചു വയ്ക്കുന്ന സ്ത്രീയെ ഈ അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങുകയാണ്. കുളത്തിലേക്കാണ് താനും ഇറങ്ങുന്നത് എന്ന് ഓർക്കാതെ ഈ വാച്ച്മാൻ ഇവിടെ പുറകെ പോവുകയാണ്. ഒരു വട്ടം എത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് കഴുത്തോളം വെള്ളത്തിലെത്തി. അപ്പോഴാണ് ഇയാൾക്കൊരു പരിസരബോധം ഉണ്ടായത്. ഭയത്തോടെ ഇയാള് ആ കുളത്തിൽ നിന്ന് എങ്ങനെയോ കൽപ്പടവിലേക്ക് തിരിച്ചു കയറി കഴിഞ്ഞിട്ട് അയാൾക്ക് തോന്നി ഇവിടെ നിന്നാൽ അപകടമാണ് എന്ന് വിചാരിച്ചിട്ട് അയാള് സുരക്ഷിത സ്ഥാനം എന്ന് പറയുന്ന അമ്പലമാണ്. ഇയാൾ തിരിച്ച് അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഈ ബലിക്കൽപുരയിൽ കിടന്നാലും അത് ഒരു ഹാഫ് ക്ലോസ്ഡ് ആയതുകൊണ്ട് അത് അത്ര സുരക്ഷിതമല്ല എന്ന് തോന്നിയിട്ട് ഇയാള് എങ്ങനെയോ ആ അമ്പലത്തിലെ നാലമ്പലത്തിന്റെ അകത്തേക്ക് പോയി. ഇവിടെ യക്ഷി വരില്ല. കാരണം പഴയ ജനങ്ങളുടെ ഇടയിലുള്ളൊരു വിശ്വാസമാണ് നരസിംഹസ്വാമിയുടെ അല്ലെങ്കിൽ നരസിംഹസ്വാമിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അമ്പലങ്ങളിൽ യക്ഷി വരാറില്ല. അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലൊക്കെ യക്ഷി ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവിടേക്ക് യക്ഷി വരില്ല എന്ന് ഇയാൾക്കൊരു തോന്നി. അല്ലെങ്കിൽ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഉണ്ടല്ലോ, അൺകോൺഷ്യസ്നെസ്, അതിൽ വർഗസ്മൃതിയിൽ ഉള്ള ഒരു തോന്നൽ. ആ തോന്നൽ രൂഢമായതുകൊണ്ട് ഇയാൾ നാലമ്പലത്തിനകത്തേക്ക് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അയാൾക്ക് ഭയത്തോടുകൂടി നിലവിളിച്ചാണ് കയറിയത്. എൻ്റെ ഭഗവാനെ എന്നും കൂടി വിളിച്ചിരുന്നു. അയാളകത്ത് കയറി. ഇയാൾ പേടിച്ച് ബോധം കെട്ടു. പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. നേരം പുലർന്നപ്പോൾ ശാന്തിക്കാരന് നിർമാല്യം പൂജയ്ക്ക് തൊട്ട് മുമ്പായിട്ട് വരും, അമ്പലം വൃത്തിയാക്കിയിട്ട് ഒക്കെ ചെയ്യാനായിട്ട്. ഇയാളാണ് സാധാരണ ശാന്തിക്കാരൻ വരുമ്പോൾ ശാന്തിക്കാരനെ വേണ്ടിയിട്ട് വാതിലൊക്കെ തുറന്നു കൊടുക്കുന്നത്. ശാന്തിക്കാരൻ 2-3 തവണയൊക്കെ അവിടെ ആരെയും കാണാത്തത് കൊണ്ട് ശാന്തിക്കാരൻ സ്വയം അകത്ത് കയറി. ബലിക്കൽപുരയുടെ വാതിലും അടച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ശാന്തിക്കാരന് എന്ത് പറ്റിയെന്ന് അറിയാനായിട്ട് ഒരു ജിജ്ഞാസയോടുകൂടി അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇയാൾ ബോധം കെട്ട് കിടക്കുന്നതാണ് കണ്ടത്. ഇയാളെ വിളിച്ചു, വെള്ളം കുടഞ്ഞു. അമ്പലത്തിന്റെ കിണറുണ്ട്, ആ കിണറിലെ വെള്ളം കൊണ്ട് മുഖത്ത് കൊണ്ട് തളിച്ചു. അപ്പോൾ ഇയാൾ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഒരു പരിസര ബോധമൊക്കെ വന്നു. അപ്പോൾ ഇയാൾ ശാന്തിക്കാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാരമില്ല, ഞാനൊരു ഒരു ചരട് കെട്ടിത്തരാം, വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അയാൾ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇതൊരു കഥയാണ്. ഞാൻ ഇനി ഇതിന്റെ ഒരു അനലിറ്റിക്കൽ പാർട്ടിലേക്ക് കടക്കാം. ഇയാൾ വാസ്തവത്തിൽ ഇതെല്ലാം തോന്നലായിക്കൂടെ, ഒരു ഭ്രമകൽപ്പനയായിക്കൂടെ ആകാം. കാരണം നരയിങ്ങമണ്ണൂർ എന്ന് പറയുന്ന പുരാതനമായ ക്ഷേത്രം കായംകുളം രാജവംശത്തിന്റെ പഴയ പ്രധാന ശാഖ കണ്ടിയൂരിന് അടുത്ത് താമസിക്കുന്നു. രണ്ടാമത്തെ ശാഖ നരയിങ്ങമണ്ണൂരിൽ താമസിക്കുന്നു. ഏതാണ്ട് ഭക്തന്മാർ വരുന്നത് കുറവാണ്. അമ്പലം അങ്ങനെ കൃത്യമായിട്ട് റിനോവേറ്റ് ചെയ്യാറില്ല. അമ്പലത്തിലെ ഇയാളെ കഴകക്കാരനായിട്ട് നിൽക്കുമ്പോഴും എല്ലാം അവരുടെ ഒരു ലൂസ്ഡ് കോൺവെർസേഷനിൽ യക്ഷിയെ പറ്റിയുള്ള കഥകൾ വരും, ഐതിഹ്യമാലയിലെ കഥകൾ വരാം. അപ്പം ഐതിഹ്യമാലയിലെ കൊട്ടാരത്തി ശങ്കുണ്ണിയുടെ കഥകളിൽ ആ ഭാഗത്തൊക്കെയുള്ള ഒരുപാട് യക്ഷികളെ കുറിച്ച് പറയുന്നുണ്ട്. പനയന്നാർകാവിലെ യക്ഷിയുടെ കുറിച്ച് പറയുന്നുണ്ട്. കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുണ്ടായിരുന്ന ഒരു യക്ഷിയെ പറ്റി സ്ഥലത്തുള്ള ഒരു യക്ഷിയെ പറ്റി പറയുന്നുണ്ട്. ഈ കഥകളൊക്കെ ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ കിടന്നു, ബോധ മനസ്സിൽ. ഇയാൾ അമ്പലത്തിലെ വാച്ച്മാനായിട്ട് അവിടെ അമ്പലത്തിൽ നിൽക്കുന്നതിന് പകരം എല്ലാവരെയും വെട്ടിച്ച്, പ്രതിഷ്ഠായിലെ ഭഗവാനെയും വെട്ടിച്ച് സിനിമ കാണാൻ പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോൾ ഇയാൾക്കൊരു കുറ്റബോധമുണ്ട്. ഈ കുറ്റബോധവും എല്ലാം കൊണ്ട് ഇയാൾക്ക് ഇതെല്ലാം തോന്നൽ ആയിക്കൂടെ ആകാം. പക്ഷെ എന്നെ ഈ കഥ മുഴുവൻ കേൾക്കാൻ പ്രേരിപ്പിച്ച കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ കഥ അവസാനിപ്പിക്കാം. എന്നെ ഇത് ഞാൻ ഈ യക്ഷിയെ കണ്ടു എന്ന് പറയുന്നവരോട് ചോദിക്കും, യക്ഷിയുടെ വേഷം എന്താണെന്ന് ചോദിക്കും. സാരിയാണെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ പിന്നെ കഥയുടെ
മുമ്പോട്ട് പോവില്ല. ഈ വാച്ച്മാൻ കഴകക്കാരൻ മാരാർ പറഞ്ഞത് ആ യക്ഷിയുടെ വേഷം നങ്ങ്യാർ കൂത്ത് പറയുന്ന ഒരു സ്ത്രീയുടെ വേഷമാണെന്നായിരുന്നു. അതായത് നങ്ങ്യാർ കൂത്ത് നടത്തുന്ന ആളുകളുണ്ട്, പാരമ്പര്യ കലയാണ്. അതായത് നങ്ങ്യാർ എന്ന് പറഞ്ഞാൽ അമ്പലവാസി വിഭാഗമായ നമ്പ്യാരുടെ, പിഴാവ് നമ്പ്യാരുടെ സ്ത്രീകൾ. ഇവരാണ് ഈ നങ്ങ്യാർ കൂത്ത് അവതരിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ മനോഹരമായ കിരീടമൊന്നും പണ്ടില്ല. ആ നങ്ങ്യാർ കൂത്തിലെ ഒരു നങ്ങ്യാരുടെ വേഷമായിരുന്നു ഈ യക്ഷിയുടെ വേഷം. താൻ കണ്ട യക്ഷിയുടെ, അതായത് അമ്പല കുളത്തിലേക്ക് ഉള്ള ആ കൽപ്പടവിലെ കാലിലെ ചിലങ്ക അഴിച്ചു വയ്ക്കുന്ന തരത്തിലും പിന്നീട് പിന്നിലോട്ട് പോകുന്ന ആ സ്ത്രീയെ, ഒരു സ്ത്രീ രൂപത്തിലുള്ള യക്ഷിയെ കണ്ടിരുന്നു. അവരുടെ വേഷം എന്ന് പറയുന്നത് നങ്ങ്യാറുടെ വേഷമായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് എന്നെ ആ കഥയെക്കുറിച്ച് കൂടുതൽ അനലൈസ് ചെയ്യാൻ, അപഗ്രഥിക്കുവാൻ എനിക്ക് താല്പര്യം ഉണ്ടാക്കിയത്. ഇനി ഞാനൊരു കഥ പറയാം. തെക്കൻ തിരുവിതാംകൂറാണ്. തെക്കൻ തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, കളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന യക്ഷിയുടെ നാടാണ്. കളിയങ്കാട്ട് നീലി മാത്രമല്ല, മേലാങ്കോട്ട് യക്ഷിയുണ്ട്. കളിയങ്കാട് എന്ന് പറയുന്നത് നാഗർകോവിലേക്ക് പോകുന്ന വഴിക്കാണ്. തക്കലയൊക്കെ കഴിഞ്ഞിട്ട് നാഗർകോവിലേക്ക് പോകുന്ന വഴിയിൽ റോഡിന്റെ ഇടത്ത് വശത്താണ്. മേലാങ്കോട് എന്ന് പറയുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിന് ചുറ്റുമുള്ള കോട്ട. ആ കോട്ടയുടെ തെക്ക് കിഴക്ക് ഭാഗത്താണ്, കോട്ടയ്ക്ക് വെളിയിൽ ആണ് ഈ മേലാങ്കോട്. മേലാങ്കോട് യക്ഷി വളരെ പ്രധാനമാണ്. 2 യക്ഷികളുണ്ട്, ചേട്ടത്തിയും അനിയത്തി. അനിയത്തിയാണ് ഉഗ്ര. ചേട്ടത്തി കുറച്ചുകൂടി ശാന്തയായിട്ടുള്ള, സൗമ്യയായിട്ടുള്ള യക്ഷിയാണ്. അനിയത്തി എന്ന് പറയുന്നത് പഴയ ഉമ്മിണിത്തങ്കയാണെന്നൊക്കെയാണ് നാടോടി കഥകളിൽ പറയുന്നത്. ഏതായാലും ഈ മേലാങ്കോട്ടെ ഒരു ശിവക്ഷേത്രവുമുണ്ട്. ഈ മേലാങ്കോട്ടെ ഒരു മെഗാലിത്തിക് പീരീഡിലെ, അതായത് ചരിത്രാതീത കാലത്തെ പിന്നെ മഹാശിലാ കാലഘട്ടം. ഈ മഹാശിലാ കാലഘട്ടത്തിലെ മെൻഹിറുകളുടെ ഒരു നിര അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ ഈ മേലാങ്കോട്ട് പോയി. എൻ്റെ വിചാരം മറ്റൊന്നായിരുന്നു. ഞാനൊന്ന് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലെ എൻ്റെ ചുമതലയായിട്ടിരിക്കുമ്പോൾ ഈ മെൻഹിറുകളെ നമുക്ക് അവിടുത്തെ ഗാർഡനിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുത്തെ ഭരണസമിതിയുടെ ഒരു അംഗമൊക്കെ ആയിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്, അതിൻ്റെ പടം എടുക്കാനായിട്ട്. പക്ഷെ ഞങ്ങള് അവിടെ എത്തിയപ്പോഴേക്കും സൂര്യാസ്തമയമായി. അതുകൊണ്ട് ഈ മെൻഹിർ കണ്ടില്ല. പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ കൃത്യമായിട്ട് എനിക്കത് സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ ഞാൻ മെൻഹിർ കാണാത്തപ്പോൾ ഇനി അത് കള്ളിയങ്കാട്ടാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി. ഞങ്ങൾ വീണ്ടും ഈ മേലാങ്കോട്ട് നിന്ന് കള്ളിയങ്കാട്ടേക്ക് പോയി. അപ്പൊ മേലാങ്കോട്ടുള്ള എല്ലാവരോടും ഞങ്ങൾ അന്വേഷിച്ചു, ഈ ഇവിടെ ശിലയുണ്ടോ, മഹാശില എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയില്ല. ഇങ്ങനെ ഞാനൊരു പടമൊക്കെ വരച്ചിട്ട് അതുപോലത്തെ കല്ലുണ്ട്. അപ്പൊ അവർക്കും അത് പറഞ്ഞു തരാൻ കഴിഞ്ഞില്ല. ഞാൻ 4-5 പേരോട് ചോദിച്ചിരുന്നു, അമ്പലത്തിലും പരിസരങ്ങളിലും ഉള്ളവരോട്. അവിടെ അല്ലാന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ കള്ളിയങ്കാട്ടേക്ക് പോയി. കള്ളിയങ്കാട്ടേക്ക് പോയി അപ്പോഴേക്ക് രാത്രിയായി, 7 മണി കഴിഞ്ഞു. അപ്പം വയലിന്റെ റോഡിന്റെ ഇടത്തുവശത്ത് വയലിന്റെ അപ്പുറത്താണ് ഈ കള്ളിയങ്കാട്. അപ്പം വയലൊക്കെ പോയി അവിടെ മുഴുവൻ വാഴത്തോപ്പാണ്. ആ വാഴത്തോപ്പിലെ കടന്ന് ഞങ്ങള് കള്ളിയങ്കാട്ട് എത്തി. വിജനത. വരേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. പക്ഷെ നല്ല നിലാവുണ്ടായിരുന്നു. നല്ല നിലാവുള്ളത് കൊണ്ട് ഞാനും എൻ്റെ സുഹൃത്ത്, അദ്ദേഹം ഒരു ശില്പിയാണ്, അദ്ദേഹവും ഞാനും കൂടി അങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞപ്പോ അവിടുത്തെ പനയുടെ ചുവട്ടില് ഒരു ഭക്ത, ഒരു സ്ത്രീയാണ് അവിടെ ഇരിപ്പുണ്ട്. അവരെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ ഈ കള്ളിയങ്കാട്ടിന്റെ അകത്തേക്ക് ചെന്നതും അവര് ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ശിലയെ തമിഴില് ചോദിച്ചു, ശിലയെ പാർക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് തിരുവനന്തപുരത്ത് നിന്ന് അല്ലേന്ന് ചോദിച്ചു. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി.
ഞാൻ മാത്രമല്ല, എൻ്റെ സുഹൃത്തും ഞെട്ടിപ്പോയി. കാരണം ഈ സ്ത്രീക്ക് എങ്ങനെ മനസ്സിലായി? ഞങ്ങളൊരു ശിലയെ മഹാശില എന്ന് പറഞ്ഞില്ല, പെരിങ്കല്ല് എന്ന് പറഞ്ഞില്ല, മെഗാലിത്ത് എന്നല്ല പറഞ്ഞത്. ഈ ശിലയെ അന്വേഷിച്ച് നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഒരു നിമിഷം ഭയപ്പെട്ടു. പിന്നെ ഞാൻ ആ ഭയത്തിൽ നിന്ന് മാറിയിട്ട് ഞാൻ പിന്നെ ഇനി ഏതായാലും അവിടെ അധിക സമയം നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും സുഹൃത്തും റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ അടുത്തേക്ക് മടങ്ങുകയാണ്. കാരണം അത് മനുഷ്യ സ്ത്രീയാണ്, യക്ഷിയൊന്നുമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി, ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. പക്ഷെ ഞാൻ അപ്പോൾ പിന്നൊരു സാധ്യത ആലോചിച്ചു. ഇവർ ഇത്ര കൃത്യമായി പറയണമെങ്കിൽ ഈ മേലാങ്കോട്ടും ഈ കള്ളിയങ്കാട്ടും ഒക്കെ ഈ ക്ഷേത്രോപജീവികളായിട്ടുള്ള കുറെ ആളുകളുണ്ട്, ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും. അപ്പം തിരുവനന്തപുരത്തു നിന്നൊക്കെ പലരും ഇങ്ങനെ വരും, പല അപകടങ്ങള് അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങള്, അതിൽ നിന്നൊക്കെയുള്ള മോചനം, അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നടക്കുന്ന അപമൃത്യുവിൽ നിന്നുള്ള അതിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ ശത്രു സംഹാരം പൂജ നടത്താൻ വേണ്ടിയിട്ട് ഒക്കെ വരും. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ ആകെയുള്ള പോപ്പുലേഷന്റെ ഒരു 1/5 എന്ന് പറയുന്നത് കന്യാകുമാരിയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് കന്യാകുമാരിയിലെ ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധം, അവരൊക്കെ ഈ സംസ്ഥാനങ്ങളൊക്കെ പുനർനിർണയിക്കപ്പെട്ടു, വിഭജിക്കപ്പെട്ടു എങ്കിലും അത് പോയിട്ടില്ല. എത്ര ആളുകളാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നും കുമാരകോവിലേക്ക് പോകുന്നത്? എത്ര ആളുകളാണ് കന്യാകുമാരിയിലെ സരസ്വതി അമ്മൻ തിരുവനന്തപുരത്തേക്ക് നവരാത്രി കാലത്ത് വരുമ്പോൾ ആഘോഷപൂർവ്വം വരവേൽപ്പ് നടത്തുന്നത്? ഞാൻ പറയാതെ അറിയാമല്ലോ. തിരുവനന്തപുരത്ത് നിന്ന് പല ആളുകൾ ഇപ്പോഴും പോകും. അവരിൽ മേലാങ്കോട്ട് പോകുന്നവരുണ്ട്, കള്ളിയങ്കാട്ട് പോകുന്നവരുണ്ട്. അപ്പൊ അവരെയാണ് ഈ ക്ഷേത്രോപജീവികളെ പിടികൂടാനായിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അതില് ഞങ്ങൾ ഈ മേലാങ്കോട്ട് പോയി അന്വേഷിച്ച കാര്യങ്ങൾ മൊബൈൽ ഫോണില് ഈ പറയുന്ന കള്ളിയങ്കാട്ടുള്ള ആ സ്ത്രീയുടെ അടുത്തേക്ക് പറഞ്ഞതായിക്കൂടെ? ഞാൻ അങ്ങനെ ആലോചിച്ചു. അതാണ് എനിക്ക് ഭയപ്പെടാതെ, ആദ്യം ഭയപ്പെട്ടെങ്കിലും ആ ഭയത്തിൽ നിന്ന് മോചിതനായിട്ട് ഞാൻ തിരിച്ച് മടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോഴാണ് ആന്റി ക്ലൈമാക്സ്. ഞാൻ കള്ളിയങ്കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് മൊബൈൽ ഫോണിന്റെ റിംഗ് ടോൺ കേൾക്കുകയാണ്. ഞങ്ങളുടെ അല്ല, ഈ പനയുടെ ചുവട്ടിലിരുന്ന സ്ത്രീയുടെ. അപ്പൊ യക്ഷിയുടെ പേരില് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ വിഷയത്തിന്റെ ഇത് മനഃശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് പറയാം. അവർ പറയുന്നത് ഇത് ഭ്രമകൽപ്പനയാണെന്നാണ്. ഒരു സംശയവുമില്ല. ദുർബലരായ ആളുകളാണ് യക്ഷിയെ കണ്ടു എന്ന് പറയുന്നത്, അവകാശപ്പെടുന്നത്. പഴയ കാലത്തെ ഈ സൈക്യാട്രിക് ട്രീറ്റ്മെന്റിന് പകരം മന്ത്രവാദങ്ങളാണ് നടത്തിയിരുന്നത്. ആ മന്ത്രവാദങ്ങളില് ഒരു ജനസാമാന്യത്തിന് ഏറ്റവും വിശ്വാസമുള്ളൊരു മന്ത്രവാദ രീതിയാണ് യക്ഷികളെ തൃപ്തിപ്പെടുത്തുക, യക്ഷി പൂജ നടത്തുക, അതല്ല. അപ്പോൾ ഞാൻ അങ്ങനെയൊരു ആംഗിളില് ഈ വിഷയത്തെ കാണാനായിട്ട് ശ്രമിക്കുന്നു. ഇനി വേറൊരു പൂജാരിയോട് ഞാൻ യക്ഷികളെ പറ്റി അന്വേഷിച്ചു. അത് തിരുവല്ലയില് ആണ്, വലിയ ജ്യോതിഷിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ പബ്ലിസിറ്റി ഒന്നും ഇഷ്ടപ്പെടാത്ത ആളാണ്, പാരമ്പര്യമായിട്ട് പൂജ നടത്തുന്ന ആളാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ യക്ഷികൾ വാസ്തവത്തിൽ ഉണ്ടോ, സത്യമാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം കുറെ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അതീത ശക്തികൾ ഇല്ല എന്ന് ഞാൻ പറയില്ല. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, അതീത ശക്തികൾ ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ അതിന് ഈ പേരുകൾ നൽകിയിരിക്കുന്നത് മനുഷ്യരാണ്. യക്ഷി എന്ന പേര്, അല്ലെങ്കിൽ മറുത എന്നുള്ള പേര്, അല്ലെങ്കിൽ പ്രേതം, ഭൂതം, അല്ലെങ്കിൽ പല 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 പേരുകൾ പറയാറുണ്ട്. ഇതൊക്കെ മനുഷ്യർ നൽകുന്ന പേരാണ്. അതീത ശക്തികൾ എന്ന് പറയുന്നത് അതിനെ നേരിടാൻ കഴിയും മാനസികമായ ധൈര്യമുള്ള ആളുകൾക്ക്. എന്നാൽ ദുർബല മനസ്കരായിട്ടുള്ള ആളുകൾക്ക്, ചപല മനസ്കരായിട്ടുള്ള ആളുകൾക്ക്
ഇത്തരം ശക്തികളുടെ മുമ്പിൽ അവർക്ക് നേരിടാൻ സാധിക്കില്ല. അവർക്ക് കീഴടങ്ങി കൊടുക്കും, അല്ലെങ്കിൽ അവര് വശംവദരായി പോകും. അതാണ് ഈ യക്ഷികളുടെ യക്ഷികൾ ബാധിച്ചവരായിട്ടൊക്കെ അല്ലെങ്കിൽ പ്രേതബാധയുള്ളവരായിട്ടൊക്കെ പറയുന്നത്. അവർക്ക് വേണമെങ്കിൽ ഒരു സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് കൊടുക്കാം. അല്ലെങ്കിൽ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയില് സൈക്യാട്രിസ്റ്റും ഉണ്ട്, പിന്നെ പൂജാരിയും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഏതാണ് കൺവിൻസിങ് കൂടുതൽ വിശ്വസനീയമായിട്ടുള്ളത് അത് അവർക്ക് ഏതായാലും സമാധാനം ആയിക്കോട്ടെ എന്ന രീതിയിൽ പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന ഒന്നാണ് ഈ യക്ഷികളെ ഒഴിപ്പിക്കൽ, അതല്ലെങ്കിൽ യക്ഷികളെ അവരെ തൃപ്തി പറഞ്ഞയക്കൽ എന്ന് ആണ് ഈ ശാന്തിക്കാരന്റെ വിശദീകരണം. ഈ മന്ത്രവാദി ആയിട്ടുള്ള അദ്ദേഹം ശാന്തി കർമ്മത്തിനും പോകും, അദ്ദേഹം മന്ത്രവാദങ്ങൾ ചെയ്യാറുണ്ട്, അദ്ദേഹം ജ്യോതിഷിയുമാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് തോന്നി. ഇനി ഞാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട കുറെ യക്ഷി ചിത്രങ്ങളെ പറ്റിയും യക്ഷി ശില്പങ്ങളെ പറ്റിയും പറയാം. അത് പിന്നെ മനോഹരമായ ശില്പങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ യക്ഷിയുടെ ശില്പമുള്ളത് പിന്നെ മണിമലയാറിന്റെ കരയിലുള്ള പൂവപ്പുഴ എന്ന് പറയുന്ന ഒരു കൊച്ചു ക്ഷേത്രത്തിലാണ്. സുബ്രഹ്മണ്യനാണ് അവിടുത്തെ പ്രതിഷ്ഠ. അവിടെ തടിയില് ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമയ്ക്കൊരു 2.25 അടി പൊക്കം വരും. ആ പ്രതിമയില് പൊട്ടുതൊടുന്ന കമുക് മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന യക്ഷിയുടെ രൂപമാണ് കൊത്തിയിരിക്കുന്നത്. ഒരു ഉജ്ജ്വല കലാസൃഷ്ടി. ഇനി ആ കലാസൃഷ്ടിയുടെ പ്രത്യേകതയെ പറ്റി ഞാൻ പറയാം. ഒരു നർത്തകിയുടെ മാതിരിയാണ് അവിടെ യക്ഷിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവര് അരയ്ക്ക് താഴെയായിട്ട് ഒരു പാവാട പോലെയുള്ള ഒരു വസ്ത്രം, പാവാടയല്ല ഉടുത്തുകെട്ടാണ്, അതിന് കച്ചവാലം എന്ന് പറഞ്ഞിട്ട് നടുക്ക് നർത്തകിമാര് ചെയ്യുന്നത് മാതിരിയുള്ള ഒരു ഞൊറിവുകളുള്ള ഒരു ഭാഗം ഉണ്ടാവും സാധാരണ. ഇവിടെ പൂവപ്പുഴയിലാകട്ടെ ഈ ഞൊറിവുകള് മുൻപിലല്ല, മറിച്ച് 2 വശങ്ങളിലായിട്ടാണ്. അതിൻ്റെ മൂക്കിന്റെ അറ്റം ഏതോ കാലത്ത് ആരോ ഉളി കൊണ്ട് ചെത്തി വിരൂപമാക്കിയിട്ടുണ്ട്. ഒരു ഭ്രാന്തനാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നു, അതല്ല ഒരു മന്ത്രവാദിയാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. ഏതായാലും 10-100 വർഷങ്ങൾക്ക് മുമ്പ് ആരോ അതിനെ ഒരു വിരൂപമാക്കി. ആ വൈരൂപ്യം ഉണ്ടെങ്കിൽ പോലും ഒന്നാന്തരം ഒരു ദാരു ശില്പമാണ്. ഒരു പക്ഷേ നമ്മൾ പറയാറില്ലേ കൊണാരക്കിലെ ശില്പങ്ങളെ പറ്റി, അല്ലെങ്കിൽ പറയാറില്ലേ പിന്നെ അവിടുത്തെ കൊണാരക്കിലെ മാത്രമല്ല ഇതുപോലെയുള്ള പ്രശസ്തങ്ങളായിട്ടുള്ള ശില്പങ്ങളെ പറ്റി പറയാറുണ്ട്. ദീദാർഗഞ്ചിലെ യക്ഷി ശില്പത്തെ പറ്റി പറയാറുണ്ട്. അതുപോലെ പിന്നെ സാഞ്ചിയിലെ മാവിന്റെ കൊമ്പയിൽ ചില്ലയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന യക്ഷിയുണ്ട്. യക്ഷിയെ പറ്റി നമുക്ക് പരിചിതമാണ്. ഇന്ത്യൻ ആർട്ടിനെ പറ്റിയൊക്കെ ഖജുരാഹോയിലെ ശില്പങ്ങളെ പറ്റി പറയാറുണ്ട്. ആ ഒരു നിലവാരത്തിലുള്ള ഒന്നാന്തരം ശില്പമാണ് ഈ പൂവപ്പുഴയിലെ യക്ഷി ശില്പം. കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു 10 ശില്പങ്ങളുടെ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഈ പൂവപ്പുഴയിലെ യക്ഷിയുടെ ശില്പത്തെ ഈ 10ൽ ഒരെണ്ണമായിട്ട് ഞാൻ പറയും. വേറെയും ഒരുപാട് ക്ഷേത്രങ്ങളിൽ യക്ഷിയുടെ ശില്പങ്ങളുണ്ട്. അതിലെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ ഉണ്ട്, അതുപോലെ പിന്നെ കവിയൂർ ക്ഷേത്രത്തിലെ യക്ഷിയുടെ ശില്പമുണ്ട്, അതുപോലെ ശാസ്താംകുളങ്ങര ചെങ്ങന്നൂരിനടുത്ത് അവിടെ യക്ഷിയുടെ ശില്പമുണ്ട്. മെതിയടി പോലത്തെ അവർക്കൊരു ഒരു കാലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു 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 സാധനം അവർ ധരിക്കും. മെതിയടി എന്ന് തന്നെ പറയാം. അതിൽ ഒരു മെതിയടി ഊരിയിട്ടിട്ടാണ് അത് ഈ പറയുന്ന കമുകിലേക്ക് വെക്കുന്നത്. അത് എല്ലായിടത്തും ഏതാണ്ട് ഐഡന്റിറ്റിക്കലാണ് ഇത്. കുറച്ച് വ്യത്യാസമുള്ള ഒരു ചിത്രമുള്ളത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്, തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തില്. 18-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ആ ചിത്രങ്ങൾ വരച്ചതെങ്കിൽ അത് പലതവണ അത് മാറ്റി റിനോവേഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ റിനോവേഷൻസ് നടത്തിയ സമയത്ത് കമുകിന്റെ ചുവട്ടിൽ നിൽക്കുന്ന യക്ഷി എന്നുള്ള സങ്കല്പത്തെ പറ്റി വേണ്ടത്ര അറിയാതെ ആ കമുക് അങ്ങ് മാഞ്ഞുപോയി, വരച്ചപ്പം പനയായിപ്പോയി, ധ്യാനം തെറ്റി.
വരച്ചുകൊണ്ടിരുന്നയാള് ഇത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡിൽ ഇരുന്നാണ് വരയ്ക്കുന്നത്. ഒരു കുതിര കൊണ്ട്, കുതിര എന്നാണ് ഇതിന് പറയുന്നത്. ഒരു പിന്നെ ഒരു എന്താണ് ഉയരമുള്ള ബെഞ്ച്, അതിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇയാളൊരു ഒരു മാനസിക വിഭ്രാന്തിയിൽപ്പെട്ടിട്ടിങ്ങനെ മറിഞ്ഞു വീണു, തലയടിച്ചാണ് വീണത്. പിന്നീട് അദ്ദേഹത്തിന് ആ ചിത്രരചന മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഏതായാലും വരച്ചു പൂർത്തിയാക്കി. അദ്ദേഹം വൈകാതെ മരിച്ചു. അതിനെ ചൊല്ലി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ ഇടയിലും തിരുവനന്തപുരത്തെ പഴയ തലമുറയിൽപ്പെട്ടവരുടെ ഇടയിലും ഒക്കെ ഒരുപാട് കഥകളുണ്ട്. ഈ യക്ഷിക്ക് ജീവൻ വെച്ചു എന്നും യക്ഷി കോപിച്ചു എന്നും ആ കോപം കൊണ്ടാണ് ഈ ചിത്രകാരൻ മറിഞ്ഞു വീണതെന്നും ഒക്കെയാണ് ആളുകളുടെ ഒരു വിശ്വാസം. അവിടെയും ഞാൻ നമ്മുടെ ജനതയുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ആ ഭയമാണ് അവിടെ ഇയാൾക്ക് തന്നെ ഒരു അപകടം ഉണ്ടായത്, അല്ലെങ്കിൽ ഇയാൾക്ക് അപകടം ഉണ്ടാകാൻ കാരണമായത് ബ്ലഡ് പ്രഷറൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്ന ഒരു കലാകാരനെ കുറേ നേരം ഇങ്ങനെ തുടർച്ചയായിട്ട് വെയിലത്തിരുന്ന് ജോലി ചെയ്തപ്പോൾ തലചുറ്റൽ വന്നിരിക്കും. ആ തലചുറ്റൽ വന്നു എന്ന് വിചാരിച്ചിട്ട് ഇയാള് ആ ചിത്രരചന നിർത്തി താഴെ ഇറങ്ങിയില്ല. അതെങ്ങനെ പൂർത്തിയാക്കാനുള്ള ഒരു ഉത്സാഹത്തില് അത് പൂർത്തിയാക്കാതെ അതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെയും നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. ചുരുക്കത്തിൽ യക്ഷി ഒരു സത്യമാണോ, യക്ഷി ഒരു മിഥ്യയാണോ എന്ന് ചോദിച്ചാൽ അതിന് എനിക്കൊരു ഉത്തരം പറയാൻ കഴിയില്ല. ഞാൻ നമ്മുടെ ഒരു എന്താണ് പറയേണ്ടത്, ഒരു ആർക്കിടൈപ്പൽ ഒരു ഇമേജറിയുടെ ഭാഗമായിട്ട് യക്ഷിയെ കാണാനാണ് കൂടുതൽ എനിക്ക് താല്പര്യം. ഇനി ഞാൻ ഇതിൻ്റെ ആർക്കിയോളജിയും ഇതിൻ്റെ ഹിസ്റ്ററിയും പറയാം. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ നമുക്ക് യക്ഷികളെ പറ്റി നമ്മുടെ കാവ്യങ്ങളിലൊക്കെ ഒരുപാട് പരാമർശമുണ്ട്. ഉദാഹരണത്തിന് ഉണ്ണിനീലി സന്ദേശത്തിൽ എന്ന് പറയുന്ന പ്രശസ്തമായ സന്ദേശ കാവ്യം. ഈ സന്ദേശ കാവ്യത്തിലേക്ക് നായകനെ ഒരു യക്ഷിയാണ് അപഹരിച്ചുകൊണ്ട് പോകുന്നത്. അവസാനം അയാൾ നരസിംഹ മന്ത്രം ജപിക്കുമ്പോൾ അയാള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുകളിലായിരുന്നു. അയാളെ നരസിംഹ മന്ത്രം ജപിച്ചതോടുകൂടി യക്ഷി അയാളെ ഉപേക്ഷിച്ചു. അയാളിങ്ങനെ പാരച്യൂട്ടിൽ വരുന്നത് പോലെ പതുക്കെ പതുക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടയുടെ മുമ്പിൽ എത്തി. ഇതാണ്. അത് കഴിഞ്ഞിട്ട് അയാളെ കടുത്തുരുത്തിയിലേക്ക്, അയാളുടെ പ്രിയ കാമുകി താമസിക്കുന്ന കടുത്തുരുത്തിയിലേക്ക് അയാളെ വേണാട്ടിലെ യുവരാജാവിന് ഒരു സന്ദേശം കൊടുക്കുകയാണ്. അതാണ് ഉണ്ണിനീലി സന്ദേശത്തിന്റെ പ്രതിപാദ്യം. അവിടെ ഒരു യക്ഷിയുണ്ട്. ആ യക്ഷിയുടെ ജോലി എന്താണ്, അല്ലെങ്കിൽ ആ യക്ഷി ചെയ്തത് എന്താണ്? ഈ ഭാര്യയുമായി സല്ലപിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെ ഭാര്യയുടെ സവിധത്തിൽ നിന്ന് മാറ്റുകയാണ്, അല്ലെങ്കിൽ അപഹരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരൊരു കാമാതുരയായ ഒരു സ്ത്രീയായിട്ടാണ്, അതീത ശക്തിയുള്ള ഒരു സ്ത്രീയായിട്ടാണ് നമ്മുടെ സാഹിത്യ കൃതിയിൽ പറയുന്നത്, ഉണ്ണിനീലി സന്ദേശത്തിൽ പറയുന്നത്. ആ യക്ഷിയെ നരസിംഹ മന്ത്രം ജപിച്ചതോടുകൂടി ആ യക്ഷി ആ സ്വാധീനത്തിൽ നിന്ന് അയാള് മോചിതനായിട്ട് അയാളെ തിരിച്ച് സ്വസ്ഥനായി തീർന്നു. ഇതാണ് നമുക്ക് വേറെയും ഒരുപാട് കാവ്യങ്ങളിൽ ഈ യക്ഷി ഇങ്ങനെ ഇടപെടുന്നതായിട്ട് പറയുന്നുണ്ട്, വേറെയും കാവ്യങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മധ്യകാല കൃതികളാണ്. അപ്പോൾ അതിനു മുമ്പൊരു കാലഘട്ടത്തിലെ യക്ഷികളെ എങ്ങനെയായിരുന്നു നമ്മുടെ പൂർവികന്മാര് കണ്ടിരുന്നതെന്ന് ആലോചിക്കാം. അങ്ങനെ വരുമ്പോഴാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഈ താന്ത്രിക ബുദ്ധമതവും അതുപോലെ ജൈനമതവും വളരെ നല്ല പ്രചാരം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ് മറ്റു മതങ്ങളില്ലാന്ന് അർത്ഥമാക്കണ്ട. ശൈവമതവും വൈഷ്ണവ മതവും ശാക്തേയ മതവും എല്ലാം അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ജൈനമതവും ബുദ്ധമതവും ഒക്കെ അന്യമതങ്ങളായിട്ടൊന്നുമല്ല കണ്ടിരുന്നത്. ക്രിസ്ത്യൻ റിലീജിയനിൽ പല ഡിനോമിനേഷൻസ് ഉണ്ട്, പ്രൊട്ടസ്റ്റൻസ് ഉണ്ട്, കാത്തലിക്സ് ഉണ്ട്. ആ വ്യത്യാസമേ ഈ ബുദ്ധമതവും ശാക്തേയ മതവും ജൈനമതവും ഒക്കെ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ കാലത്ത്. ഏതായാലും ഈ ജൈന സങ്കല്പം അനുസരിച്ച്
ജൈന തീർത്ഥങ്കരന്മാരുടെ വിഗ്രഹങ്ങൾക്ക് ഇരുവശങ്ങളിലായി ഈ തീർത്ഥങ്കരനെ സേവിക്കുന്ന ഒരു യക്ഷനെയും ഒരു യക്ഷിണിയെയും ചിത്രീകരിച്ചിരിക്കും. ഉദാഹരണമായിട്ട് ജൈന തീർത്ഥങ്കരന്മാരിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആള് മഹാവീര തീർത്ഥങ്കരനാണ്. ഈ മഹാവീര തീർത്ഥങ്കരനെ തൊട്ടടുത്ത് ഇരിക്കുന്നത് സിദ്ധായകി എന്ന് പറയുന്ന യക്ഷിണിയാണ്. ഒരു പാർശ്വനാഥന്റെ യക്ഷിണിയുണ്ട്, പല പല യക്ഷിണികളുണ്ട്. അപ്പൊ ഈ യക്ഷിണി ഒരു കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ജൈന വിശ്വാസം കാലം ചെന്നപ്പോൾ പതുക്കെ പതുക്കെ തിരോധാനം ചെയ്തപ്പോൾ ഈ യക്ഷിണികളെ ഒന്നുകിൽ ദേവതകളായിട്ടോ അല്ലെങ്കിൽ ദേവതമാരുടെ സഖികളായിട്ടോ ആരാധിക്കാൻ തുടങ്ങി. ഇതാണ് ചരിത്രകാരന്മാരുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ. അതിന് അവർ പറയുന്ന ഉദാഹരണം എന്ന് പറയുന്നത് പെരുമ്പാവൂരിനടുത്ത് കല്ലിൽ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ഗുഹാക്ഷേത്രം എന്ന് പറയും, വാസ്തവത്തിൽ അത് ഗുഹാക്ഷേത്രമല്ല, ഒരു കാവേൺ പോലെ ഇരിക്കും. ആ കാവേണിലെ പ്രതിഷ്ഠയാണ് കാർത്യായനി ദേവി എന്ന് പറഞ്ഞ് ഇന്ന് പൂജിക്കുന്നത്. വാസ്തവത്തില് ഈ പാർശ്വനാഥന്റെ അല്ലെങ്കിൽ മഹാവീരന്റെയോ യക്ഷിണിയെയാണ് അവിടെ പൂജിക്കുന്നത്. അതുപോലെ കന്യാകുമാരി ജില്ലയിലെ ചിതറാൽ എന്ന് പറയുന്ന സ്ഥലം, ആ ചിതറാൽ എന്ന് പറയുന്ന സ്ഥലത്തിന് ഇതുപോലെ ഒരു ജൈന ആരാധനാലയം, ദേവാലയം ഉണ്ട്. അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് പത്മാവതി എന്ന് പറയുന്ന യക്ഷിണിയാണ്. പത്മാവതി എന്ന് പറയുന്നത് പാർശ്വനാഥന്റെ യക്ഷിണിയാണ്. ഈ പാർശ്വനാഥന്റെ യക്ഷിണിയാണ് ചിതറാൽ അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ജൈനമതത്തിലെ തീർത്ഥങ്കരന്മാരെ സേവിക്കുന്ന യക്ഷന്മാരെ അല്ല, അതിലെ യക്ഷിണിമാരെ ഏതായാലും പിന്നീട് ഹിന്ദുമതം രണ്ട് കൈകൊണ്ടും സ്വീകരിക്കുകയും അവർക്ക് ഹിന്ദു ദേവതകൾക്ക് ഇടയിൽ ദേവതമാരുടെ ഇടയിൽ ഒരു സ്ഥാനം കൊടുക്കുകയും ചെയ്തു. ഈ അതുപോലെ തന്നെ ഈ മധ്യ തിരുവിതാംകൂറിലും മോണാട്ടുകര പ്രദേശങ്ങളിലും ഒരുപാട് മായായക്ഷിക്കാവുകളുണ്ട്. മായക്ഷിക്കാവ് എന്നും പറയും. ഏറ്റവും പ്രശസ്തമായ ഒരു മായക്ഷിക്കാവ് എന്ന് പറയുന്നത് ഓച്ചിറയിലെ പരബ്രഹ്മ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ളതാണ് മായക്ഷിക്കാവ്. ആ മായക്ഷിക്കാവ് എന്ന് പറയുന്നിടത്ത് അതുപോലെ തന്നെ അടൂരിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മായക്ഷിക്കാവുണ്ട്, പലയിടത്തും ഉണ്ട്. ഈ മായക്ഷിക്കാവ് വാസ്തവത്തിൽ താന്ത്രിക ബുദ്ധമതത്തിലെ യക്ഷികളെ പിന്നീട് അവര് ഈ താന്ത്രിക ബുദ്ധമത അനുയായികൾ എണ്ണം കുറഞ്ഞ് അപ്രസക്തരായി കഴിഞ്ഞപ്പോൾ ഈ യക്ഷികളെ ഇവിടുത്തെ പോപ്പുലർ ജനകീയ ജനസാമാന്യം ഏറ്റെടുക്കുകയും അത് അവരുടെ ഒരു ദേവതമാരിൽ ഒന്നായിട്ട് സ്വീകരിക്കുകയും ചെയ്തത് അല്ലേ? സ്വാഭാവികമായിട്ട് അങ്ങനെയും നമുക്ക് സംശയിക്കാം. പക്ഷെ ഈ കാര്യത്തിൽ ഒന്നും തന്നെ നമുക്കൊരു അവസാന വാക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം താന്ത്രിക പദ്ധതി അനുസരിച്ച് യക്ഷി എന്ന് പറഞ്ഞാല് ശൃംഗാര പാർവതിയാണ്. അതായത് ശിവന് വേണ്ടി തപസ് ചെയ്യുന്ന പാർവതി. ഈ ശിവന് വേണ്ടി തപസ് ചെയ്യുന്ന പാർവതിക്ക് ശിവൻ പല പരീക്ഷണങ്ങൾ നടത്തുന്നു. പാർവതിയാകട്ടെ ശിവ സായുജ്യത്തിന് വേണ്ടിയിട്ട് തീവ്രമായ വികാരത്തോടുകൂടി ആഗ്രഹിച്ചുകൊണ്ട് കഴിയുന്നു. ആ ശൃംഗാര പാർവതിയെയാണ് ഈ കാവുകളില്, യക്ഷിക്കാവുകളില് യക്ഷിയായിട്ട് പൂജിക്കുന്നതെന്നാണ് പ്രതിഷ്ഠകൾ നടത്തുവാൻ അവകാശമുള്ള തന്ത്രിമാര് പറയുന്നത്. കാരണം അവരത് പറയാനായിട്ടൊരു കാരണമുണ്ട്. വിഗ്രഹശാസ്ത്രം എന്ന് പറയുന്ന ഐക്കണോഗ്രഫി എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. ആ ഐക്കണോഗ്രഫി എന്ന് പറയുന്ന ശാസ്ത്രം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ കണ്ണാടി ഈ ശൃംഗാര പാർവതിയുടെ ചിഹ്നമാണ്. അതായത് ഉത്തരേന്ത്യയിലും ഒക്കെ ഉണ്ട് ആ സങ്കല്പം. ഉത്തരേന്ത്യയിലെ ശൃംഗാര പാർവതിയാണ് കേരളത്തിലെ എല്ലാ യക്ഷിമാരും ഞാൻ പറയുന്നില്ല, സുന്ദര യക്ഷിമാരെങ്കിലും. കാരണം സുന്ദര യക്ഷിമാരുടെ കയ്യിലിരിക്കുന്നത് എന്താണ്? വാൽക്കണ്ണാടിയാണ്. ഈ വാൽക്കണ്ണാടി എന്ന് പറയുന്ന മുദ്ര അല്ലെങ്കിൽ ചിഹ്നം വാസ്തവത്തില് ഈ ശാക്തേയ പദ്ധതികളില് പറയുന്ന ശൃംഗാര പാർവതി ആണ് എന്ന് തന്ത്രിമാര് പറയുന്നതിനെ നമ്മൾ ഗൗരവമായിട്ട് കാണണം. ആകെ കൂടി നോക്കുമ്പോൾ അതിസങ്കീർണമായ ഒരു
വിശ്വാസവും ആരാധനാ സമ്പ്രദായവുമാണ് കേരളത്തില് ഒരു കാലത്ത് വ്യാപിച്ചിരുന്ന, പ്രചരിച്ചിരുന്ന യക്ഷി പൂജ. യക്ഷി പൂജയെ വാസ്തവത്തില് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും. ക്രിസ്ത്യൻസ് യക്ഷിയെ പൂജിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളികളെ വെട്ടിച്ചുകൊണ്ട്. പള്ളികളെ അവർ അറിയിക്കാറൊന്നുമില്ല. അല്ലെങ്കിൽ ഇടവക പള്ളിയിലെ വികാരിയെ അറിയിക്കാതെ വീട്ടിൽ രഹസ്യമായി കടമറ്റത്തച്ഛൻ പൂജിച്ചിരുന്ന യക്ഷിയാണ് ഇത് എന്ന് പറഞ്ഞ് പൂജിക്കുന്ന ഒരു കുടുംബത്തെ എൻ്റെ അന്വേഷണത്തിനിടയിൽ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം അത്ര വ്യാപകമായിരുന്നു, അത്ര വ്യാപകമാണ് കേരളത്തിലെ യക്ഷി പൂജ സമ്പ്രദായം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്.